ബ്രാഞ്ചസ് ഓഫ് ഇലക്ട്രോണിക്സ് ആണ്. ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഇലക്ട്രോണിക്സിലുള്ളതെന്നുള്ളത്. സോ ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ഇതിൽ ഒതുങ്ങുന്നതല്ല ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലൈക്ക് ഇതിലൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇതിലൊക്കെ ലൈക്ക് യു ക്യാൻ ഡു എക്സ്റ്റെൻസീവ് റിസർച്ച്. ഒരുപാട് ഇൻഡെപ്തിലേക്ക് പോകാൻ പറ്റുന്ന ഇതാണ്. ലൈക്ക് പല കമ്പനീസും എൻറ്റയർലി ഡിപ്പെൻഡ് അപ്പോൺ പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുകയാണ്. സോ ഇഫ് യു സ്പെഷ്യലൈസ് ആ ഒരു ഏരിയയിലേക്ക് മാത്രം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. സോ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇത്രയും ബ്രാഞ്ചുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല ഇലക്ട്രോണിക്സ്. ഇറ്റ്സ് മോർ ദാൻ ദിസ്. ഓക്കെ, സോ ഞാനൊന്ന് കുറച്ച് എനിക്ക് കിട്ടിയ റിസോഴ്സാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് ഡിജിറ്റൽ സിസ്റ്റംസ്. നമുക്കറിയാം ഡിജിറ്റലിലേക്ക് ഞാൻ കൂടുതൽ ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പം എൻ്റെ പെർവ്യൂവിലല്ല ഞാൻ നിൽക്കുന്നത്. So digital electronics deals with digital circuits and digital components. Analog electronics deals with analog equipments, like for example an amplifier is an analog equipment. Then microelectronics, like in the microprocessors, microcontrollers, like programming level of electronics or microelectronics. Then circuit designing, a very evolving area. Like എങ്ങനെ നമുക്ക്, കാരണം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മൊബൈൽ ഫോൺ. പണ്ടൊരു മൊബൈൽ ഫോൺ ഒരു 10,000 പോലെ വലിയൊരു സാധനമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ചുരുങ്ങി, ഇപ്പോൾ അതിലും ചുരുങ്ങിയുള്ള സംവിധാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, താങ്ക്സ് ടു സർക്യൂട്ട് ഡിസൈൻ. ദെൻ IC, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇലക്ട്രോണിക്സ്. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് പവർ ഇലക്ട്രോണിക്സിലാണ്. കാരണം ഹൗ കുഡ് യു എന്നുവെച്ചാൽ വലിയ എക്യുപ്മെൻറ്റ്സ് കൺട്രോളിംഗ് ആണ് ഇന്ന് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് കംസ് അണ്ടർ പവർ ഇലക്ട്രോണിക്സ്. ദെൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് deals with optical fibers, optical communication, optical way of controlling equipment. So ഇതൊക്കെ ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ വരുന്ന സാധനമാണ്. സെമികണ്ടക്ടർ ഡിവൈസസ്. സോ ഇതും ഇപ്പോൾ എന്നുവെച്ചാൽ വളരെ റൂട്ട് ലെവലിലുള്ള ഇലക്ട്രോണിക്സ് ഡീൽ ചെയ്യുന്ന സെമികണ്ടക്ടർ ഇലക്ട്രോണിക്സ്. എംബഡഡ് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിംഗ് ഇലക്ട്രോണിക്സ് വരുന്നത് എംബഡഡ് സിസ്റ്റത്തിലാണ്. ദെൻ ഓഡിയോ ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, നാനോ ഇലക്ട്രോണിക്സ്, ബയോ ഇലക്ട്രോണിക്സ്, ഞാൻ നേരത്തെ ബയോ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. സോ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ വളരെ പെറുക്കിയെടുത്ത കുറച്ച് ടോപ്പിക്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ദ റിയൽ ഇലക്ട്രോണിക് സയൻസ് എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ബ്രാഞ്ചസ് ഇതിലും അപ്പുറത്താണ്. ഓക്കെ, അത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, ജസ്റ്റ് വി നീഡ് ടു ഹാവ് ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന സാധനമല്ല, യു ഹാവ് ടു ഗോ ബിഹൈൻഡ് ഇറ്റ്. ഒരു കാര്യത്തിൻ്റെ പിറകെ പോയാൽ മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. സോ ദാറ്റ്സ് ഹൗ ദീസ് ബ്രാഞ്ചസ് ഇവോൾവ്ഡ്. ഓക്കെ, ഇനിയാണ് ഞാൻ സിലബസിലേക്ക് കുറച്ചും കൂടി സ്റ്റിക്ക് ഓൺ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രോണിക് കമ്പണൻസ്. സോ ഈ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഡിഫറെൻറ്റ് കമ്പണൻസ് ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ഹാവ് ബേസിക്കായിട്ട് രണ്ട് ഇലക്ട്രോണിക് കമ്പണൻസിനെ 2 സെക്ഷനായി തിരിക്കാം. ഓക്കെ, ഞാനിപ്പോൾ കോറിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇൻട്രോ ടു ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്നുള്ള സബ്ജക്റ്റും അതിൻ്റെ അപ്ലിക്കേഷനും അതിൻ്റെ സാധ്യതകളുമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നൗ ലെറ്റ്സ് ഗോ ഇൻ ടു ദി സയൻസ് സൈഡ്, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്ന കമ്പണൻസ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു പാസീവ് ആൻഡ് ആക്റ്റീവ്. ഓക്കെ, സോ പാസീവ് കമ്പണൻസ് ആർ ദോസ് കമ്പണൻസ് വിച്ച് ഡസൻ നീഡ് ആൻ എക്സ്റ്റേണൽ എനർജി ഫോർ ഇറ്റ്സ് വർക്കിംഗ്. സിമ്പിൾ ഡെഫിനേഷൻ. അതായത് പുറമേ നിന്ന് ഒരു എനർജി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഡിവൈസസിനെയാണ്, അല്ലെങ്കിൽ കമ്പണൻസിനെയാണ് നമ്മൾ പാസീവ് കമ്പണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് ഫോർ എക്സാമ്പിൾ ഒരു എന്തെങ്കിലും ഒരു ഡിവൈസ്, അതിന് അതിൻ്റേതായൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ചോക്ക് എടുക്കുക. ഈ ചോക്ക് കൊണ്ട് നമുക്ക് എഴുതാം അല്ലേ? ചോക്കിനെ കൊണ്ട് നമുക്ക് എപ്പോൾ എഴുതാൻ പറ്റും? നമ്മൾ ചോക്ക് കയ്യിലെടുത്ത് എഴുതുന്നു. ചോക്കിൻ്റെ പ്രോപ്പർട്ടിയാണ് ആ വൈറ്റ്നസ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ നമ്മളത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നമുക്ക് തെളിഞ്ഞു വരുന്നൊരു സാധനം അല്ലേ? ചോക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് എഴുതില്ല, നമ്മൾ പോയി ചോക്ക് എടുത്ത് എഴുതണം. ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ചോക്ക്. നമ്മൾ ബോർഡിൽ എഴുതുന്ന ആ ചോക്കിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോക്കിന് തനതായ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. അതേപോലെ അതുകൊണ്ടാണ് ചോക്ക് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ആണ് ഈ പാസീവ് ഡിവൈസസ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് പാസീവ് കമ്പണൻസ് വർക്ക് ചെയ്യുന്നത്. ഇനി ആക്റ്റീവ് ആണെങ്കിൽ അതിന് എന്താ പറയുക, അതിൻ്റെ പ്രോപ്പർട്ടി സ്വമേധയാ യൂസ് ചെയ്യാൻ കഴിയില്ല. യു നീഡ് ടു ഗീവ് ആൻ എക്സ്റ്റേണൽ എനർജി. ഒരു പുറമേ നിന്നൊരു
ഒരു പുഷ് കൊടുത്താൽ മാത്രമേ അവൻ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതിനാണ് നമ്മൾ ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവ് കമ്പണൻസ് എന്ന് പറയുന്നത്. സോ പാസീവ് കമ്പണൻസ് ആൻഡ് ആക്റ്റീവ് കമ്പണൻസ്. ക്ലിയർ? ഓക്കെ, സോ ആക്റ്റീവ് കമ്പണൻസ് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് പുറമേ നിന്നൊരു എക്സ്റ്റേണൽ എനർജി കൊടുത്താൽ മാത്രമേ അവർ വർക്ക് ചെയ്യുള്ളൂ. വെറുതെ ഒരു സാധനം, ഒരു ആക്റ്റീവ് ഡിവൈസ്, ഫോർ എക്സാമ്പിൾ ഒരു ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വെറുതെ കൊണ്ടുപോയിട്ടൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റേതായ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ, എക്സിബിറ്റ് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ? ബട്ട് ഇഫ് യു ഗീവ് എൻ എക്സ്റ്റേണൽ എനർജി യു ക്യാൻ ആക്ച്വലി മേക്ക് ദീസ് കമ്പണൻസ് വർക്കിംഗ്. ഓക്കെ, സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവ് ഡിവൈസസിൻ്റെ കുറച്ച് ലിസ്റ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പാസീവ് ഡിവൈസസിൻ്റെ ലിസ്റ്റിംഗ് ആണ് ഇപ്പുറത്തും കൊടുത്തിട്ടുള്ളത്. സോ റെസിസ്റ്റർ, ദെൻ LDRs, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ആർ പാസീവ് ഡിവൈസസ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, LEDs. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ലിസ്റ്റിംഗ് ആണ്. അതിൻ്റെ സിമ്പിളും കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു 2 കമ്പണൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ, സെമസ്റ്റർ 1 ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത്. സോ പാസീവ് കമ്പണൻസ് ആൻഡ് ആക്റ്റീവ് കമ്പണൻസ്. ക്ലിയർ? ഇനി പാസീവ് കമ്പണൻസിൽ തന്നെ 3 പ്രധാനപ്പെട്ട കമ്പണൻസ് ഉണ്ട്. ഓക്കെ, 3 പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തും ഒരുപാട് കമ്പണൻസ് ഉണ്ട്. സോ അതേപോലെ തന്നെ ആക്റ്റീവിൽ ഇപ്പോൾ ഡയോഡ്, ട്രാൻസിസ്റ്ററിൻ്റെ അപ്പുറത്തും ഒരുപാട് ആക്റ്റീവ് കമ്പണൻസ് ഉണ്ട്. സോ ഇതിൽ 3 എന്ന് ഞാൻ പറയാനുള്ള കാരണം ദേ ആർ വെരി വെരി ക്രൂഷ്യൽ, അല്ലെങ്കിൽ ദേ ആർ എല്ലാം ക്രൂഷ്യലാണ്, ബട്ട് ദീസ് തിങ്സ് ആർ ടു ബി സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് കമ്പണൻ്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക്, അതായത് ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ ഉള്ളൊരു കമ്പണൻറ്റിലെ ഒരു ഫസ്റ്റ് കമ്പണൻ്റാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. 3 കമ്പണൻസ് ആണ് ഏറ്റവും ക്രൂഷ്യൽ. വൺ ഈസ് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഓക്കെ, നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. സോ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് യു ജസ്റ്റ് ഇമാജിൻ എ ഡാം. ഒരു ഡാം ഇമാജിൻ ചെയ്യുക. സോ ഡാമിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി സ്റ്റോപ്സ് ദി ഫ്ലോ ഓഫ് വാട്ടർ, അല്ലേ? ഇതാണ് ഡാമിൻ്റെ മെയിൻ പർപ്പസ്. ഇനി ജസ്റ്റ് ഇമാജിൻ ദിസ്, ദർ ഇസ് എ ഫ്ലോയിങ് റിവർ. ഓക്കെ, ദർ ഇസ് എ ഫ്ലോയിങ് റിവർ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. സോ ദ റിവർ സ്റ്റോപ്സ് ഫ്ലോയിങ്, അല്ലേ? ഇത് ഫ്ലോ ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുക. ഓക്കെ, ഈ ഓപ്പണിംഗ് കൊടുക്കുമ്പോൾ എന്തായി? വളരെ നേർത്ത ഒരു ഫ്ലോ മാത്രമേ ഇപ്പുറത്തുണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇതാണ് ശരിക്കും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. സോ ദിസ് ഈസ് ഹൗ യു ഡിഫൈൻ റെസിസ്റ്റൻസ്. അതായത് കറണ്ടിൻ്റെ ഫ്ലോവിനെ കൺട്രോൾഡ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക. നമ്മളെപ്പോഴും റെസിസ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക, റെസിസ്റ്റൻസ് ബ്ലോക്സ് ദി ഫ്ലോ ഓഫ് കറണ്ട്. നോ, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒഴുകുന്ന ഏത് വയർ വഴിയാണോ കറണ്ട് ഒഴുകുന്നത്, ആ വയറങ്ങ് എടുത്ത് പറിച്ച് കളഞ്ഞാൽ മതി ബ്ലോക്ക് ചെയ്യാൻ. സോ റെസിസ്റ്റൻസ് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് പറഞ്ഞ എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്, അതായത് കറണ്ടിനെ കൺട്രോൾഡായിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ലൈക്ക് ഈ ഒരു എലമെൻറ്റ്, സോ യു നെയിം ഇറ്റ് എ ഡാം ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. സോ ഈ ഒരു സാധനമാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വെള്ളത്തിന് പകരം അവിടെ കറണ്ടാണെന്ന് മാത്രം. സോ ഒരു വയറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാസീവ് എലമെൻ്റാണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇനി ദിസ് റെസിസ്റ്റർ, അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ അതിനൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. ആ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഞാൻ ഈ ഡയഗ്രത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഡയഗ്രാം ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ എ റെസിസ്റ്റർ വർക്ക്സ്. ഓക്കെ, അതായത് ആർ എന്ന് പറഞ്ഞ സാധനം, ആസ് റെസിസ്റ്റൻസ്. ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ 3 മെയിൻ എലമെൻറ്റ്സ്. ഓക്കെ, അതായത് ആർ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ. ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ദാറ്റ് ഇമ്പോസസ് ഓൺ ഇലക്ട്രോൺസ് ആൻഡ് വിച്ച് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി ലെങ്ത് ഓഫ് ദി
മെറ്റീരിയൽ, റെസിസ്റ്റീവ് എലമെൻറ്റ് ആൻഡ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ? സോ ലെങ്ത് എന്ന് പറഞ്ഞ സാധനം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ. സോ ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് റോ. ഈ റോ എന്ന് പറഞ്ഞ സാധനമാണ് റെസിസ്റ്റിവിറ്റി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം, ദാറ്റ് എ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും റെസിസ്റ്റിവിറ്റി ഓരോന്നായിരിക്കും. ടേക്ക് ഫോർ എക്സാമ്പിൾ, നമ്മൾ കോപ്പർ എടുക്കുക, ഓക്കെ, അയൺ എടുക്കുക. ഇത് രണ്ടിൻ്റെയും റെസിസ്റ്റിവിറ്റി 2ആണ്. ഓക്കെ. എന്നുവെച്ചാൽ കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു അയൺ. ഓക്കെ. സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റി അതിലും കുറവാണ്. ഓക്കെ. ആ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ലൈക്ക് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ റെസിസ്റ്റൻസ്, ഈ വയറിലെ റെസിസ്റ്റൻസ് വളരെ വളരെ കുറവായിരിക്കും സിൽവറിൻ്റെ കേസിൽ. നേരെ മറിച്ച് ഒരു കോപ്പറിൻ്റെ വയർ എടുക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് കൂടുതലായിരിക്കും. അയൺ എടുക്കുകയാണെങ്കിൽ അതിലും കൂടുതലായിരിക്കും. സോ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് നമ്മുടെ ലൈനിൽ കാണുന്നത്, നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈനിൽ കാണുന്നത്, അല്ലേ? ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു അലോയാണ് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ കോപ്പർ വയറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഇനി അതിലും റെസിസ്റ്റിവിറ്റി കുറേ സിൽവർ യൂസ് ചെയ്യാം. സിൽവർ യൂസ് ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് നിങ്ങൾക്കറിയാം. സോ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഓക്കെ. സോ therefore ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ദ യൂണിറ്റ് ഓഫ് ഓം ആൻഡ് അതിൻ്റെ സിമ്പിളാണ് ഇത്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ എ, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഇൻറ്റു L ബൈ എ. ഇതാണ് റെസിസ്റ്റൻസ്. ക്ലിയർ? ഇനി ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, റെസിസ്റ്ററുടെ സിമ്പിൾ. ഓക്കെ. ഇത് ഇങ്ങനെയും ഇൻഡിക്കേറ്റ് ചെയ്യലുണ്ട്, ഇങ്ങനെയും ഇൻഡിക്കേറ്റ് ചെയ്യലുണ്ട്. ബട്ട് ദിസ് ഈസ് ദ സിമ്പിൾ ദാറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ IEC. ഓക്കെ. IEC എന്ന് പറയുന്നത് ലൈക്ക് ഈസ് പ്രപ്പോസ്ഡ് ബൈ so this is the symbol that is proposed by IEC. So IEC എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ. സോ ഇവർ ലൈക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. സോ ഇവർ പ്രപ്പോസ് ചെയ്ത സിമ്പിളാണ് ഇത്. സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് സിമ്പിൾ. ദിസ് ഈസ് ഹൗ യു റെപ്രസെൻറ്റ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഇനി നമ്മുടെ കറണ്ട് ഫ്ലോവിനെയും കറണ്ടിനെയും വോൾട്ടേജിനെയും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഓംസ് ലോവുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു പാരാമീറ്ററാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ക്ലിയർ? ഓക്കെ. നമുക്കതിൻ്റെ കുറച്ചും കൂടെ ഇൻഡെപ്തിലേക്ക് പോവാം. ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്. സോ എങ്ങനെയാണ് നമ്മൾ പിന്നെ റെസിസ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ആസ് വെൽ ആസ് കൺസ്ട്രക്ഷൻ. ഓക്കെ. അതുപോലെ മെറ്റീരിയൽസ് യൂസ്ഡ്, ഇതിനനുസരിച്ച് എങ്ങനെയാണ് റെസിസ്റ്റൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ.